കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ 2 വിഷയം. ആ 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ വിഷയം ഫാഷൻ. ഏത് ഫാഷനും സഭയിൽ കൊണ്ട് പ്രദർശിപ്പിക്കുക, ഫാഷൻ. ആ 1-ാം അധ്യായം മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഫാഷൻ എന്താ? ഫാഷൻ മുടി കണ്ടിക്കണോ കണ്ടിക്കണ്ടയോ? തലേ തുണി ഇടണോ ഇടണ്ടയോ? തലേ തുണി ഇടണമെങ്കിൽ ഏത് തുണി ഇടണം? എത്ര നീളം വേണം? മുടി കണ്ടിക്കുന്നുണ്ടെങ്കിൽ എവിടം വരെ കണ്ടിക്കണം? എത്രത്തോളം കണ്ടിക്കണം? എങ്ങനെ കണ്ടിക്കണം? ഫാഷൻ. അപ്പോൾ ഒരാൾ വട്ടം കണ്ടിച്ചു, ഒരാൾ ഓലപ്പരയുടെ അരി കണ്ടിക്കും പോലെ കണ്ടിച്ചു, വേറെ 2 പേര് സ്പ്രിങ് ഇടത്തെ കണ്ടിന്റെ മേളിൽ കൂടെ. അവളാണ് ലോകം എനിക്കു വേണ്ട. ആർക്ക് വേണ്ടെന്ന്? അപ്പോൾ ഒരു വിഭാഗം പെണ്ണുങ്ങൾ പറഞ്ഞ് തലേ തുണി ഇടണ്ട, കുറെ പേര് തുണി ഇടണം. ഇടുന്നെങ്കിൽ എങ്ങനെ ഇടണം? ഈ മൂട് പടവെന്ന കാണിച്ചു തരാം, നിനക്ക് വിവരമില്ലേ, കാണിച്ചു തരാം. കഴുതേ, ഇതാ മൂട് പടം. ആ കാണട്ടെ, എല്ലാരും കാണട്ടെ. കാണിച്ചു, ഇതാ മൂട് പടം. നീ തലയിലും തുണി ഇടുകയില്ല, ദേഹത്തും തുണി ഇടുകയില്ല. എന്നെ പേടിച്ചിരിക്കാന്ന്. മുഖത്തെല്ലാവരും മ്ലാനത. സ്തോത്രം. വേദപുസ്തകത്തിന്റെ ഇതിന് പ്രമാണമുള്ളതാ. നിന്റെ കൂത്തുകളിയൊന്നുമല്ല ഇത്. നിനക്ക് ഇഷ്ടം പോലെ വളച്ചൊടിക്കുന്നതല്ലിത്. നിന്റെ അവ വളരാനും നിന്റെ ഇഷ്ടത്തിന് വളച്ചൊടിക്കുന്നതല്ല ഈ പ്രമാണം. ഇതൊരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസ പ്രമാണമാണ്. ഇത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചതാണ്. ആഴ്ച മാറ്റുന്നതല്ല, ആണ്ടോടാണ്ടൊക്കെ മാറ്റുന്നതല്ല. അവിടെ ഇവിടെ വെച്ച് പോയി എന്തെങ്കിലും കണ്ടേച്ചു കൊണ്ട് പകർത്തുന്ന നല്ലത്. ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസ പ്രമാണമാണ്. യൂദാ 3 വായിര്. യൂദാ 3 വായിര്. യൂദാ 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ആ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. ഇത് ആഴ്ച മാറ്റുന്നതല്ല. കാശ് കൂടുമ്പം വ്യത്യാസപ്പെടുത്തുന്നതല്ല പ്രമാണം. പണ്ട് ഭയങ്കര പ്രമാണം, അന്ന് കാശും പുത്തനും ഇല്ലായിരുന്നു. ഇപ്പൊ 10 രൂപ കൈ കിട്ടിയപ്പം ഉപദേശം മാറ്റി. സ്തോത്രം. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണം. അങ്ങനെ പോരാടി ജയിക്കുന്നവർക്ക് അവിടെ പ്രതിഫലം വച്ചിരിക്കുന്നത്. ജയിക്കുന്നവരെ അവനോട് കൂടെ വസിക്കുന്നത്.